എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത്, ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിക്കുക നിമിത്തം അവൻ ആ സ്ഥലത്തിന് മാസ പരീക്ഷ എന്നും മരീബ കലഹം എന്നും പേരിട്ടു. ഈ വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്കൂളുകളും കോളേജുകളും ആ സമയമാണ് ഓർമ്മ വരുന്ന. ക്ലാസ് റൂമിലെ ആ അന്തരീക്ഷം, ടീച്ചർമാർ അല്ലെ ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പാൾ, അവരുടെയൊക്കെ സാന്നിധ്യം ആ ക്ലാസ് റൂമിൻ്റെ അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ വളരെ നിശബ്ദത പാലിക്കുകയും അധികാരികളുടെ സാന്നിധ്യം ഇല്ലാതെ ഇരിക്കുമ്പോൾ കുട്ടികളുടെ ശരിക്കും കുട്ടികളാകുകയും അവരുടെ സ്വഭാവം പുറത്തേറി വരികയും ചെയ്യുന്ന ആ ഒരു അന്തരീക്ഷമാണ് ഓർമ്മ വരുന്നത്. ഇവിടെ ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെല്ലാം കണ്ടു. ദൈവം അവരെ വിടുവിക്കുന്നതും ചെങ്കടൽ പിളർക്കുന്നതും അവർക്ക് ആഹാരം കൊടുക്കുന്നതും നോൺ വെജ് കൊടുക്കുന്നതും പാറ പിളർന്ന് വെള്ളം കൊടുക്കുന്നതും ഈജിപ്തിലെ ബാധകളും ഇവിടെ നിന്നെല്ലാം ദൈവം അവരെ വിടുവിച്ച് ഒരു ജനതയാക്കാനുള്ളൊരു പദ്ധതി എടുക്കുമ്പോൾ ഈ ദൈവജനം കലഹവും ദൈവത്തെ പരീക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു സംശയം. ഒരു വിധത്തിൽ ചിന്തിക്കുമ്പോൾ മനുഷ്യന് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടത് ഏദൻ തോട്ടത്തിലാണ്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിലെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം ദൈവ സാന്നിധ്യം ഇല്ലായിരുന്ന സമയത്താണ് സർപ്പ ഹവ്വായെ പരീക്ഷിച്ചു. പിശാച് മനുഷ്യനെ പരീക്ഷിച്ചു. അവിടെ ആ പരീക്ഷ മനുഷ്യൻ പരാജയപ്പെട്ടു. പാപികളായി. അവരുടെ സന്തതിയായ കൈൻ ഉൽപ്പത്തി പുസ്തകം 4:16 ദൈവ സാന്നിധ്യം വിട്ടുപോയി അവനൊരു പട്ടണം പണിഞ്ഞതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ദൈവ സാന്നിധ്യം മനുഷ്യന് നഷ്ടപ്പെട്ടു ഏദൻ തോട്ടത്തിൽ. അവിടെ നിന്ന് ദൈവം തന്നെ മനുഷ്യനോട് ഇടപെട്ടു. ഒരു മനുഷ്യൻ്റെ സന്തതികളെ ഒരു രാജ്യമാക്കാൻ പോവുകയാണ്. അതിൽ കൂടി ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. എബ്രഹാമിൻ്റെ സന്തതികളാണ് ഇസ്രായേൽ മക്കൾ. ഇവരുടെ പൂർവ്വ പിതാവായ യാക്കോബ് ഒരിക്കൽ കല്ല് തലവണയായിട്ട് വെച്ച് ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ട് അവൻ എഴുന്നേൽക്കുമ്പോൾ അവൻ പറയുന്ന ഒരു വാചകമുണ്ട്, ഇവിടെ യഹോവയുണ്ടായിരുന്നു, ഞാനത് അറിഞ്ഞില്ല. ഉൽപ്പത്തി പുസ്തകം 28:16 നമ്മൾ അത് വായിക്കുന്നത്. അപ്പോൾ ദൈവ സാന്നിധ്യം മനുഷ്യൻ അനുഭവിക്കാതിരിക്കുമ്പോൾ, ദൈവ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്ന് ഉള്ള സംശയം ഇരിക്കെ മനുഷ്യൻ്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തു വരുന്നതായിട്ടാണ് നമ്മൾ ഈ പുറപ്പാട് പുസ്തകത്തിലെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ദൈവ സാന്നിധ്യം അനുഭവിക്കാനോ അത് അംഗീകരിക്കാനോ എന്താണ് മനുഷ്യൻ്റെ പരാജയം, അല്ലെങ്കിൽ മനുഷ്യൻ അത് ദൈവ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് എന്താണ് താമസം? ദൈവ സാന്നിധ്യം അനുഭവിച്ച ഒരു മനുഷ്യനാണ് ദാവീദ് രാജാവ്. 139 സങ്കീർത്തനം അതിൻ്റെ 7 മുതൽ 10-ാം വാക്യം വരെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എവിടെ പോയി ഒളിച്ചാലും ദൈവമേ നീ അവിടെ ഉണ്ട്. സമുദ്രത്തിൻ്റെ അറ്റത്ത് പോയി പാർത്താൽ അവിടെയും നിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവൻ ഒളിക്കാൻ ഒക്കാത്ത രീതിയിൽ ദൈവം അവനെ പിന്തുടരുന്നുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും യേശു കർത്താവ്
വാഗ്ദത്തം ചെയ്തതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. എങ്ങനെ? യോഹന്നാൻ സുവിശേഷം 14:17 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിനെ അറിയുകയും അവൻ നമ്മുടെ കൂടെ വസിക്കുകയും നമ്മുടെ ഉള്ളിൽ വസിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. അതേപോലെ തന്നെ യോഹന്നാൻ സുവിശേഷം 14:23 പരിശുദ്ധാത്മാവ് തന്നെയല്ല, ദൈവത്തെ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനത്തെ കേൾക്കുകയും ചെയ്യുന്ന മനുഷ്യൻ, അവനോടുകൂടി എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവൻ്റെ ഉള്ളിൽ വന്ന് വസിക്കും. വി വിൽ മേക്ക് അവർ അബോർഡ് വിത്ത് ഹിം. നിങ്ങൾ ചിന്തിച്ചേ, ഈ തിരുവചനം നമ്മൾ വായിക്കുക, അതൊന്ന് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം ഒരു വിശ്വാസിക്ക് വരാൻ സാധ്യതയുണ്ടോ? തിരുവെഴുത്താണ് അതിന് ഗ്യാരണ്ടി. വിശുദ്ധ ബൈബിൾ നമ്മൾ കാണുന്നു. റോമാലേഖനം 8:9 നിങ്ങൾ ആത്മാവിലാണ്, നിങ്ങൾ ജഡത്തിലല്ല, നിങ്ങൾ ആത്മാവിലാണ്. ഇഫ് ഇൻഡീഡ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഡ്വെൽസ് ഇൻ യു. അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് അധിവസിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. റോമാലേഖനം 8:9. അതേപോലെ തന്നെ 1 കൊരിന്ത്യർ 3:16 നമ്മൾ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് അധിവസിക്കും. എപ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്നത്? എപ്പോഴാണ് അതിൻ്റെ തുടക്കം? എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, വചനം കേട്ട് വിശ്വസിക്കുകയും ചെയ്യുന്ന ആ നേരത്ത്, ആ വേളയിലാണ് പരിശുദ്ധാത്മാവ് വന്ന് ഒരു വിശ്വാസിയെ മുദ്രയിടുന്നത്. ആ സമയത്താണ് ഈ വാഗ്ദത്തവും നിറവേറുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് അധിവസിക്കുന്നു. 2 കൊരിന്ത്യർ 6:16 നമ്മൾ വായിക്കുന്നു, പരിശുദ്ധാത്മാവിൻ ദൈവത്തിൻ്റെ മന്ദിരമാണ് നമ്മൾ. ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം വരാനായിട്ടുള്ള സാധ്യതയുണ്ടോ? ഒരു വിധത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഇസ്രായേൽ മക്കൾക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് അവർ പുറത്തിറങ്ങി വരുമ്പോൾ അവരുടെ ആ സ്വാതന്ത്ര്യം അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ദൈവത്തിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 1 കൊരിന്ത്യർ 3:17 നമ്മൾ വായിക്കുന്നു, പരിശുദ്ധാത്മാവ്, where the spirit of the Lord is, there is freedom. പരിശുദ്ധാത്മാവ് അല്ലെ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് അവിടെ സ്വാതന്ത്ര്യമുണ്ട്. എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്? റോമാലേഖനം 6:7-18 നമ്മൾ വായിക്കുന്ന വിഷയമുണ്ട്, പാപത്തിൽ നിന്ന് നമ്മളെ വിമോചിതരായിരിക്കും. അപ്പോൾ പാപ അടിമത്തത്തിൽ നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ആ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് ഒരു വിശ്വാസിക്ക് സാധിക്കുന്നുണ്ടോ? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതിക്ക് നമ്മൾ ആക്കുകയാണ്. യു ബിക്കെയിം സ്ലേവ്സ് ടു റൈച്ചസ്നെസ്. റോമാലേഖനം 6:18 നമ്മൾ വായിക്കുന്നു. ഈ ഒരു സ്വാതന്ത്ര്യം ഒരു ദൈവമക്കൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ചുരുക്കം പറഞ്ഞ ദൈവ സാന്നിധ്യം അനുഭവിക്കാനോ ദൈവ സാന്നിധ്യം മനസ്സിലാക്കാൻ പരാജയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അവിടെ കലഹമുണ്ട്. അവിടെ ദൈവത്തെ പരീക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ദൈവവചനത്തിൽ. ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഇട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുക.